അനുപമ പരമേശ്വരൻ, യെസ്, നമ്മുടെ പ്രേമത്തിലെ മൊത്തം മറ്റേ കരിവണ്ടിന്റെ കോട് പോലെ എന്ന് പറഞ്ഞ പോലത്തെ മുടിയൊക്കെ ആയിട്ട് പ്രേമത്തിലൂടെ ഫെയിമായിട്ട് വന്ന അനുപമ ഇപ്പോൾ വീണ്ടും വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. കാരണം ആരോ അനുപമയെ നാസിസ്റ്റ് ബിഹേവിയർ കൊണ്ട് പീഡിപ്പിച്ചു, മാനസികമായും തളർത്തി എന്നൊക്കെയാ പറയുന്നത്. യുവനടൻ, പ്രമുഖ നടന്റെ മകൻ, അങ്ങനല്ലേ, പ്രമുഖ നടന്റെ മകനായ യുവനടൻ, ആരാണവൻ? അപ്പോ പല ആൾക്കാരും പറയുന്നു അത് അന്യനെ പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് ധ്രുവ് വിക്രമും ഈ കുട്ടിയും തമ്മിൽ എന്തോ റിലേഷൻഷിപ്പിലായിരുന്നെന്നും, അപ്പോൾ ഇയാള് വളരെ നാസിസ്റ്റ് ബിഹേവിയർ ആയിട്ടുള്ള ആളാണ്, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട് അനുപമയുടെ. ആ ഇന്റർവ്യൂവിൽ കുട്ടി പറയുന്നു. അപ്പോൾ അത് കേട്ടപ്പോൾ നമുക്ക് സത്യം പറയാന്ന് വെച്ചാൽ ഈ നാസിസ്റ്റ് ബിഹേവിയർ പിന്നെ ഇതിനെപ്പറ്റി പല വെർഷനുകൾ കേട്ടിട്ടുണ്ടെങ്കിൽ കൂടിയും ഇത് ഇത്രയും അപകടകരമായ ഒന്നാണോ എന്ന് സ്വയം നമ്മൾ വിചിന്തനം ചെയ്യേണ്ട ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. കാരണം ആ കുട്ടി ഈ സംഭവത്തെ പറ്റി പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ കേൾക്കുന്ന ആർക്കും ഒരു വേദന ഉണ്ടാക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഈ കുട്ടി ഇത്രയും അനുഭവിച്ചോ, അതുകൊണ്ട് നമ്മൾ പറയുന്ന ഒരു സിനിമാ നടി വളരെ പവർഫുൾ ആയിട്ടുള്ള സ്വന്തം ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും പ്രകടിപ്പിക്കുന്ന, ആവശ്യത്തിലേറെ ഫ്രീഡമുള്ള, ആരോടും എന്താ പറയുക അക്കൗണ്ടബിൾ ആയിട്ട് ആരോടും ഒന്നിനോടും ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നും ഈ കുട്ടിക്കില്ല. കാരണം ഒരു വെൽ സെറ്റിൽഡ് ആണ്, നല്ലൊരു ഫെയിം ആയിട്ടുള്ള ആർട്ടിസ്റ്റാണ്. തമിഴിലും തെലുങ്കിലും മലയാളത്തിൽ ഇങ്ങനെ എസ്റ്റാബ്ലിഷ് ആയിട്ടെങ്കിൽ കൂടി കോളിവുഡിൽ അവിടെ തെലുങ്കിലൊക്കെ, തമിഴ്നാട്ടിലും തെലുങ്കിലൊക്കെ നല്ല വാല്യൂ ഉള്ള ഒരു നടിയാണ്. അപ്പോൾ ആ നടി ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ കുടുങ്ങി എന്നാൽ തന്നെ ഇങ്ങനെ അവരുടെ ഒരു പാവയെ പോലെ കളിക്കേണ്ട ആവശ്യം ആ കുട്ടിക്കുണ്ടോ? നമ്മൾ ഏതൊരു കാര്യത്തിലും ഞാനൊരു വിക്ടിം കാർഡ് കളിക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാനതിൽ എന്നെ ഒരാൾ ഉപദ്രവിച്ചു അല്ലെങ്കിൽ എന്നെ ഒരാൾ മാനസികമായി പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ ആ പീഡനത്തിന് നമ്മൾ നിന്നു കൊടുത്തിട്ടല്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ വരുന്നുണ്ട്. അപ്പം ചോദിക്കും റിലേഷൻഷിപ്പിൽ പിന്നെ 2 way മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വേണം. പക്ഷേ ഇപ്പം ഈ പറയുന്ന പോലത്തെ ഒരു സംഭവം 2 വർഷമോ 3 വർഷമൊക്കെ ഒരാളുടെ ഒരു സോക്കോൾഡ് ലൂപ്പിൽ അയാൾ പറയുന്നത് പോലെ നിങ്ങൾ ജീവിക്കുക, അയാൾ പറയുന്നത് പോലെ നിങ്ങൾ ഭക്ഷണം കഴിക്കുക, അയാൾ പറയുന്നത് പോലെ നിങ്ങൾ വണ്ടി ഉപയോഗിക്കുക, അയാൾ പറയുന്നത് പോലെ ഡ്രസ്സ് ഉപയോഗിക്കുക, അയാൾ പറയുന്ന പോലെ നിങ്ങളുടെ ജീവിതശൈലിയാകെ, നിങ്ങൾ എന്തിനധികം പറയുന്നു നിങ്ങളുടെ ഉറക്കത്തിൻ്റെ ഷെഡ്യൂൾ വരെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലേക്ക് വേറൊരു വ്യക്തി, അത് ഈ ബന്ധത്തിൽ നിന്നല്ല. ഇപ്പോൾ ഈ ഒരു അനുപമയുടെ അല്ലെങ്കിൽ ഇവരുടെ എന്താ അവൻ്റെ പേര്, വിക്രമത്തിൻ്റെ മകൻ, അവൻ ധ്രുവിൻ്റെ അവൻ്റെ വിഷയത്തിൽ മാത്രമല്ല ഇത്. XYZ, ഇവരൊക്കെ XYZ ആണ്. അതായത് ഒരു ടോപ്പിക്കിൽ, ഒരു വിഷയത്തിൽ, ഏതൊരു വിഷയത്തിലും നമുക്ക് ഈവൻ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫായാൽ പോലും എല്ലാ കാര്യങ്ങൾക്കും ഒരു ലിമിറ്റ് ഉണ്ട്, ഒരു ബൗണ്ടറി ഉണ്ടാവും, പേഴ്സണൽ സ്പേസ് എന്ന് പറയും. അല്ലെങ്കിൽ അതായത് നമ്മുടെ ഒരു കാര്യം, ഒരു ഉറക്കിൻ്റെ പാറ്റേൺ, അല്ലെങ്കിൽ നമ്മുടെ ഒരു പിന്നെ എന്താ പറയുന്നത് എക്സസൈസിൻ്റെ പാറ്റേൺ, അതൊന്നും വേറൊരാളല്ല കൺട്രോൾ ചെയ്യേണ്ടത്. അവിടെയാണ് ഒരു സെൽഫ് റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ സെൽഫ് എബിലിറ്റി ടു കൺട്രോൾ യുവർ ഓൺ തിങ്സ് എന്ന് പറയാം. നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ മറ്റുള്ളവർ കൈകടത്താതിരിക്കുക എന്നുള്ള മര്യാദ മറ്റുള്ളവർ കാണിക്കുന്നില്ലെങ്കിൽ, അത് ആരായിക്കോട്ടെ, ഹൂംസോഎവർ, ഒരു അഡൽട്ട് ആയി കഴിഞ്ഞാൽ, പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ, സോ കോൾഡ് 18 വയസ്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ 16 വയസ്സ് സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരായി കഴിഞ്ഞാൽ, അതിൽ ഫാദർ മദർ ബ്രദേഴ്സ് ആയാൽ പോലും നിങ്ങളുടെ പേഴ്സണൽ സ്പേസിൽ അനാവശ്യമായി ആവശ്യത്തിന് കടത്തണമല്ലോ. നിങ്ങൾക്കൊരു ഹെൽപ്പ് വേണ്ട സമയത്ത് അവർ ഹെൽപ്പ് ചെയ്യണം, എന്നാലേ നിങ്ങൾക്കത് പിന്നെ എന്താ പറയുന്നത് സോ കോൾഡ് സൊസൈറ്റിയിലെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങും മ്യൂച്വൽ ആയിട്ടുള്ള ഒരു ഹെൽപ്പിങ്ങും എന്തായാലും ഉണ്ടാവും. അത് ഹ്യൂമൻ ബീയിങ് നേച്ചറാണ്. പക്ഷേ നിങ്ങളുടെ അനുവാദമില്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സ്പേസിൽ കയറിക്കൊണ്ട് നിങ്ങളുടെ കാര്യത്തിൽ തുടർച്ചയായി, അതാണ് ആ വാക്ക്, കണ്ടിന്യൂസ് ഡിസിഷൻ മേക്കിംഗ് ഇൻ യുവർ ലൈഫ് വേറൊരാളാണ് ചെയ്യുന്നതെങ്കിൽ യു ആർ അണ്ടർ എ നാർസിസ്റ്റ് കൺട്രോൾ. അതാരായിക്കോട്ടെ, അത് ഈ പറഞ്ഞ പോലെ ഒരു ലവറോ, ഒരു ഹസ്ബൻഡോ, ഒരു വൈഫോ, ഒരു മകനോ, ഒരു മകളോ, ഒരു പിന്നെ മരുമകനോ, ഒരു കാരണവറോ, അത് ഏത് തായോടെയായാലും ശരി, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇനി അങ്ങനെ ഒരാൾ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിന് നിന്ന് കൊടുക്കാൻ പാടില്ല. നിങ്ങൾ നിന്ന് കൊടുത്തതിന് ശേഷം എനിക്കതൊന്നും അറിയില്ലായിരുന്നു, എന്തോ ആയിക്കോട്ടെ, ഇതിന് നാർസിസ്റ്റ് എന്നുള്ള പേരോ മാനിപ്പുലേറ്റീവ് ബിഹേവിയർ എന്നോ എന്തോ പറഞ്ഞോട്ടെ, അൺലെസ് ആൻഡ് അൺടിൽ നിങ്ങൾ ഒരു ഡ്രഗ് അബ്യൂസിനോ
അല്ലെങ്കിൽ മറ്റുള്ള തരത്തിലുള്ള ഒരു അബ്യൂസിനോ നിങ്ങൾ അണ്ടറിലല്ലെങ്കിൽ നിങ്ങൾ നിന്നു കൊടുക്കാൻ പാടില്ല. സ്വാഭാവികമായി ബുദ്ധിവികാസമുള്ള ഒരാൾ അല്ല, ചില കേസുകളിൽ മാനസികമായി കുറച്ച് വളർച്ച കുറഞ്ഞ, അല്ലെങ്കിൽ ഈ ഒരു കേസുമായി ഇതിങ്ങനെ ഒരു സംഭവമാണെന്ന് അറിയാതെ ആ ലൂപ്പിൽ പെട്ടുപോകുന്ന, പ്രായപൂർത്തിയെത്തുന്നതിന് മുമ്പ് പെട്ടുപോയ കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെ നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. പക്ഷെ ഇതുപോലെ ഈ ഫെയിം ആയിട്ടുള്ള ഈ അനുഭവമായി പറഞ്ഞത് വിക്ടിം കാർഡ് പ്ലേ പോലെയാണ്. പേഴ്സണലി ഐ ബിലീവ്, എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. ചിലപ്പോൾ തെറ്റാകാം, നമ്മളൊരിക്കലും 100% നമ്മൾ റൈറ്റ് ആണെന്ന് പറയുന്നില്ല. ആ ഇന്റർവ്യൂ ഒന്ന് കണ്ടു നോക്കിയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം എന്താണ് ഇഷ്യൂ എന്നുള്ളത്. ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, even if that person is saying someone else stabbing you and killing you, they would not even just turn their head. Some conversation would happen and it will trigger my anxiety. I'll throw up and I lost so much weight. Like Madonna told me, I lost so much weight. I was crying every single night. ആ ending closure ന് പോലും മര്യാദയ്ക്ക് സംസാരിക്കാൻ പറ്റാത്ത ഒരാളുമായിട്ട് ഞാൻ 2 വർഷം ഇങ്ങനെ ഇരുന്നു എന്നുള്ളത്, what happened to me? If you're serious about mastering cloud in 2026, ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ പറയട്ടെ, ഷീ വാസ് അണ്ടർ സം കൺട്രോൾ. നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ഫ്രം മൈ സൈഡ് ഓഫ് ഒപ്പീനിയൻ ഐ ക്യാൻ ടെൽ. അതങ്ങനെ ആകാം, ഒരു പോസിബിലിറ്റി ഓൺലി ഐ ആം സ്പീക്കിംഗ്. ഐ എം നോട്ട് ടെല്ലിംഗ് ദിസ് ഇസ് ദ ട്രൂത്ത് ഓർ ദിസ് ഇസ് ദ ഫാക്ട് ഓർ ദിസ് ഇസ് ദ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. വി ക്യാൻ അഗ്രി ടു ഡിസഗ്രി, ബട്ട് ആസ് ഷീ ഓപ്പൺ ദ ഡിബേറ്റ് ഓൺ ദ നാസിസം, അതായത് ഈ ഒരു ഇന്റർവ്യൂവിൽ അവർ തന്നെ തുറന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് നമ്മുടെ വ്യൂ പോയിന്റ് അവിടെ വെക്കാമല്ലോ. അതായത് ഇവർ പറയുന്നത് ഷി വാസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് എ പേഴ്സൺ. നോ, ഒരിക്കലല്ല. നമുക്കിതിന്റെ ഫസ്റ്റ് ഭാഗം നോക്കാം. പ്രേമത്തിലെ ബേബി ഇന്ന് ഐ തിങ്ക് സൗത്ത് ഇന്ത്യയില് ഏകദേശം എല്ലാ ലാംഗ്വേജസിലും വർക്ക് ചെയ്ത എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ലീഡ് ആക്ടറാണ്. ആൻഡ് ഐ എം സോ ഹാപ്പി ആൻഡ് പ്രൗഡ് ടു ഹാവ് യു ഓൺ ദ ഷോ. അനു കുറേ നാളായിട്ട് നടക്കുകയാണ് പുറകെ. Now is the time that you wanted to come and I'm so happy that you are here. Yeah, I'm happy too. Anude karyam parnu കഴിഞ്ഞാൽ ഇപ്പോൾ recently she has been in the news for a post of hers and അതൊരു വലിയൊരു കോൺവെർസേഷൻ. എനിക്ക് തോന്നുന്നു ഒരു മൂവിയുടെ പ്രൊമോഷൻസിൽ വരെ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അനു പറയുന്നുണ്ട് അതെന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റാണ്, എനിക്ക് എന്ത് മനസ്സിൽ വരുമ്പോൾ ഞാൻ അതിൽ കുറിക്കും എന്നുള്ളൊരു ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറയും. അത് പിന്നെ ആ സ്റ്റേറ്റ്മെന്റ് തന്നെ വൈറലാവുകയും ആ പോസ്റ്റ് വൈറലാവുകയും ചെയ്തു. Can you tell me what made you write that post? So it's about എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു മാസമായിട്ടുണ്ടാണ് ആ പോസ്റ്റ് വന്നിട്ടുള്ളത്. Like you said, actually there were like 2 set of people ആ പോസ്റ്റ് വായിച്ചതിന് ശേഷം. One set is like, oh, a girl is healing, that is great, I'm just really happy that you're healing and finally finding peace in your life. Obviously നമ്മള് എല്ലാത്തിനും ഒരു അതർ സൈഡിലുള്ള പോലെ there's another category of people like ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം. അതായത് അവളിപ്പോൾ പറഞ്ഞ ആ കുട്ടി ഇപ്പം പറഞ്ഞൊരു കാര്യം വളരെ കറക്റ്റാണ്. അതായത് അവളുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ എന്ത് കുറിക്കണം, അല്ലെങ്കിൽ എന്ത് പിക്ചർ ഇടണം, അല്ലെങ്കിൽ എന്ത് വീഡിയോ ഇടണം, അല്ലെങ്കിൽ എന്ത് അവിടെ കുറിക്കണം എന്നത് ഹർ ഡാം റൈറ്റ് ആണത്. അത് ആ കുട്ടിയുടെ, അല്ലെങ്കിൽ ആ നടിയുടെ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഒരു സ്വാതന്ത്ര്യമാണ്. ഒരു പത്രപ്രവർത്തകൻ, ഒരു വിഡ്ഢി എന്ന് പറയണം, ആ പ്രാവം ചോദിക്കാണ്, നിങ്ങൾ എന്താ അങ്ങനെ പോസ്റ്റ് ഇട്ടത്, നിങ്ങൾക്ക് എന്താ ഭയങ്കര ഒരു വിഷമമില്ലേ? വിഷമം ഉണ്ടാവണോ? അവൾക്ക് പലതരത്തിലുള്ള വിഷമങ്ങളും ഉണ്ടാവും. അവൾ അതിന്റെ പോസ്റ്റ് വിടും. ബിക്കോസ് ഇറ്റ്സ് ഹർ ഇൻസ്റ്റാഗ്രാം പേജ് ഓർ ഇറ്റ്സ് ഹർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ടു ഷോ ഹർ ഇമോഷൻസ്. അത് അവളുടെ ഡയറിയാണ്, അല്ലെങ്കിൽ അവളുടെ ഒരു ജേർണലാണത്. അവൾ അവിടെ വന്നിട്ട് പലതും പറയും, പലതും കരയും, ചിലപ്പോൾ ചിരിക്കും, ചിലപ്പോൾ ഡാൻസ് കളിക്കും. ഇതൊക്കെ ചോദിക്കാൻ നീയൊക്കെ ആരുടെ? അതാണ് അവള് പക്ഷേ ഒരു നടിയായത് കൊണ്ടും അവൾ പെൺകുട്ടിയായതുകൊണ്ടും വളരെ മാന്യമായ രീതിയിൽ അവൾ പ്രതികരിച്ചു. അതിനുള്ള ഒറിജിനൽ മറുപടി ഇതാണ്. അതായത് അവളുടെ പേജ്, അവളുടെ സ്ഥലം, അവൾ തോന്നി വഴി കാണിക്കും. എന്ന് വെച്ച് ഉടുതുണ്ട് കഴിച്ച് ഡാൻസ് ചെയ്യുന്നല്ല. അവൾ ചിലപ്പോൾ ചിരിക്കും, അവൾ ചിലപ്പോൾ കരയും, അവളുടെ വിഷമം പറയും. ഇതൊക്കെ മുമ്പാൻ ഈ മൈക്ക് കൊടുത്ത് പോയി ചോദിക്കാൻ നിങ്ങൾക്ക് നാണമില്ലടേ. ഒരാളുടെ പേഴ്സണൽ സ്പേസ് അല്ലേ അത്, അവിടെ ആരും കയറാൻ പാടില്ല. അതൊക്കെ. പക്ഷേ ഇവള് പറഞ്ഞത് ഓക്കെ, സോഷ്യൽ മീഡിയ കാര്യം പറഞ്ഞത് ഓക്കെ. പക്ഷേ എന്നെ ഒരാൾ അടിമയാക്കി 2 കൊല്ലം വെച്ചു, ഞാൻ അടിമക്കണ്ണനായിപ്പോയി എന്ന് പറയുന്നതിനോട് ഒരു അംഗീകരിക്കാനും പറ്റില്ല. അത് നിങ്ങളുടെ കൈവില്ലായ്മയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മൈനസ് ആണ്, നിങ്ങളുടെ ഒരു വീക്ക്നെസ് ആണ്. അയാൾ നാസിസ്റ്റായിട്ട് ബിഹേവ് ചെയ്യാൻ, ഒരാളങ്ങനെ നാസിസ്റ്റായിട്ട് ബിഹേവ് ചെയ്യുമ്പോൾ പോടാ പുല്ലെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകാനുള്ള ഗഡ്സ് ഇല്ലെങ്കിൽ പിന്നെ ധ്യാനൊക്കെ കോത്തായത്തിന് നടിയാടോ.
ഇതിപ്പോ പറയുന്നത് ഒരു ചെറിയ കുട്ടി, ഒരു മൈനർ ആയിട്ടുള്ള കുട്ടിയാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ സോ അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസം കിട്ടാത്ത സോഷ്യലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ഒന്നിനും ആരോടും വാതുറക്കാൻ പറ്റാത്ത അങ്ങനെ എല്ലാം കൊണ്ടും പിറകിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയെയാണ് ഒരുത്തൻ ഇങ്ങനെ കൊണ്ടുപോയി പീഡിപ്പിച്ചതല്ലെങ്കിൽ ഓക്കെ, ആ കുട്ടിക്കും ചിലപ്പോൾ വോയിസ് ഉണ്ടാവില്ല, പറയാനുള്ള ധൈര്യം ഉണ്ടാവില്ല, പറയാനുള്ള ശക്തി ഉണ്ടാവില്ല, പറയാനുള്ളൊരു മനോവ്യവസ്ഥ ഉണ്ടാവില്ല. അപ്പൊ നിങ്ങളെയൊക്കെ പോലെ ഇത്രയും ഓപ്പൺ ആയിട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് ഒരു ഡേറ്റിങ്ങിൽ അല്ലെങ്കിൽ ഒരു ലവ് അഫെയറിൽ ഒരുത്തൻ പീഡിപ്പിക്കുന്ന, ഒരുത്തൻ മാനസികമായിട്ട് ഇടങ്ങാറാക്കാൻ തോന്നുമ്പോൾ അവർക്ക് നടുവിൽ നമസ്കാരം കാണിച്ച് ഇറങ്ങി പോകാനുള്ള ഗഡ്സ് ഇല്ല എന്ന് പറയുന്നത് വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് സാധാരണക്കാർക്ക്. അത് മാത്രമേ വിയോജിപ്പ് മാത്രം പറഞ്ഞുകൊണ്ട് we'll see her interview. They said really random stuff. See, that post didn't come overnight. There is so much behind that post. Okay. അപ്പോൾ അതൊന്നും ആൾക്കാർ കണ്ടില്ല. മലയാളം It's മതിയായിരുന്നു just കുട്ടി. like they think like something wrong happened in her life, and then she clicked a few pictures, made a video, and that's about it. And she put a caption. പക്ഷേ there is 2 years of pain, physical, emotional, destruction behind that one post. I didn't want to randomly post some random picture. അതായത് ഞാൻ ഓക്കെ ആണെന്ന് കാണിക്കാൻ വേണ്ടി ഒരു പിക്ചർ പോസ്റ്റ് ചെയ്തതല്ലാതെ I made sure I was not on social media for some time. വലിയൊരു ഗ്യാപ്പ് ഉണ്ട്. ഉണ്ടായിരുന്നു. And the reason I wanted to post something only when I'm ready and I actually heal. So there was a journey of a girl who identified something really, really big about herself and life itself, who took her own time to heal and then come voice something so important. ഹീൽ എന്ന് പറയുന്നുണ്ട്, കോൺവെർസേഷനിലും പറഞ്ഞു, ഇപ്പോൾ അതുപോലെ ആ പോസ്റ്റിലും ഈ ഇടയ്ക്കിടയ്ക്ക് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഹീൽ ഫ്രം വാട്ട് എന്നുള്ളൊരു വലിയ ചോദ്യമാണ്. ആൻഡ് ഇന്നിപ്പോൾ അനു എൻ്റെ മുന്നിലിരിക്കുന്നത് അത് അനുവിന് വേണ്ടി മാത്രമല്ല, ഇത് ഞാൻ നമ്മുടെ വ്യൂവേഴ്സിനോടും ഷെയർ ചെയ്യണം. നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോഴും അനു പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങൾ എനിക്ക് വേണ്ടി മാത്രമല്ല, എന്നെ പോലെ ഒരു സിറ്റുവേഷൻ. അവിടെയാണ് വിയോജിപ്പുള്ളത്. അതായത് ഇത് എനിക്ക് വേണ്ടിയല്ല സംസാരിക്കുന്നതെന്ന് അനു പറയുന്നുണ്ട്. പിന്നെ ആർക്ക് വേണ്ടിയാണ്? സമൂഹത്തിന് ഇതൊന്നും കേട്ടിട്ടില്ലെങ്കിൽ ഉറക്കം വരാണ്ടൊന്നുമില്ല. ആദ്യം മനസ്സിലാക്കുക, ഇന്റർവ്യൂറും മനസ്സിലാക്കുക, ഈ അനുവും മനസ്സിലാക്കുക. നിങ്ങൾ ഒരു നാർസിസ്റ്റ് ബിഹേവിയർ ആയിട്ടുള്ള ഒരാളുടെ കൂടെ 2 കൊല്ലം സർവൈവ് ചെയ്തെങ്കിൽ അത് നിങ്ങളുടെ മെടുക്കും. ഇനി അവനെ ഒഴിവാക്കിയെങ്കിൽ അതും നിങ്ങളുടെ മെടുക്കും. ഇനി നിങ്ങൾ വേറൊരാളുടെ കൂടെ പോകുന്നെങ്കിൽ അതും നിങ്ങളുടെ മെടുക്കും. ഇറ്റ്സ് ഓൾ ഗുഡ് ഫോർ യു. സമൂഹത്തിന് ഇതിൽ നിന്ന് വലിയൊരു മെസ്സേജ് കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് പറയുന്ന ഈ ക്ലീശ ഉണ്ടല്ലോ, അതിനെയാണ് ഞാൻ അംഗീകരിക്കാത്തത്, ടു ബി ഓണസ്റ്റ് വിത്ത് യു. ബാക്കിയൊക്കെ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഓക്കെ, എവിടം വരെ ഇത് നിങ്ങൾ പറയുന്നത്, ഇതിപ്പോ ഇന്റർവ്യൂർ പറഞ്ഞു, ഇത് ഞാൻ പറയുന്നത് സമൂഹത്തിൽ ഇതുപോലെ അനുഭവിക്കുന്ന അനേകായിരം കുട്ടികൾക്കൊരു തുണ. സി വൈ, എന്തിന്, അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ എന്തിനായിരുന്നു നിന്ന് കൊടുക്കണം? ഇപ്പൊ ഞാൻ അല്ലെങ്കിൽ ഒരു ലേഡി, വേറൊരു പേഴ്സൺ, ഓക്കെ, ഇതിന് ഒന്നാമത് മനസ്സിലാക്കേണ്ടത്, ഇതൊരു ഫെമിനിസ്റ്റ് കാർഡ് ഇറക്കേണ്ട സാധനമല്ല. ഇതൊരു പെണ്ണോ ആണോ അല്ല, അല്ലെങ്കിൽ ഒരു ട്രാൻസ്ജെൻഡറോ ആയിക്കോട്ടെ, ആരോ അല്ല. ഇതില് XYZ ആണ്. എ പേഴ്സൺ ഈസ് സഫറിങ് എ കൈൻഡ് ഓഫ് ബാഡ് ആൻഡ് റൂഡ് നാർസിസ്റ്റ് ബിഹേവിയർ ഫ്രം ദ ഓപ്പോസിറ്റ് സെക്സ്. അത് ആണാകാം പെണ്ണാകാം, ഓക്കെ. അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ, അതുകൊണ്ടാണ് ഈ ഒരു സംഭവം ഉള്ളത് കൊണ്ടാണല്ലോ സമൂഹത്തിൽ ഡിവോഴ്സ് ഉണ്ടാകുന്നത്. ഈ ഒരു സംഭവം ഉള്ളത് കൊണ്ടാണല്ലോ സമൂഹത്തിൽ അടിപിടി കൊലപാതകങ്ങളിലേക്ക് പോകുന്നത്. ഇത് വലിയൊരു, ഇത് ആദ്യമായിട്ടൊരു പെൺകിടാവിനുണ്ടാകുന്ന ദുര്യോഗം പോലെ പറഞ്ഞ് പൊലിപ്പിച്ച് ഇങ്ങനെ ഓവർ ഡ്രാമ ക്യൂനായിട്ട് വന്നിരുന്ന് അവതരിപ്പിക്കേണ്ട സാധനമൊന്നല്ലേ ഇത്. അതിനാണ് എനിക്ക് എതിർപ്പുള്ളത്. അവതരിപ്പിച്ച രീതി ഈസ് ലൈക്ക്, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ കേസ് ഫയൽ ചെയ്യണം, പിള്ളേച്ചൻ കേസ് കൊടുക്കണം, എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാനനഷ്ടവും, പിന്നെ പ്ലസ് പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെ നഷ്ടങ്ങൾ ഉണ്ടായി പറഞ്ഞത്, മാനസികമായിട്ടും മെന്റലി ഫിസിക്കലി ഡിസ്ട്രക്ഷൻ ആൻഡ് ടോട്ടൽ ഡിസ്ട്രക്ഷൻ. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ അനുഭവിച്ച കെടുതികൾക്ക് നഷ്ടപരിഹാരം കിട്ടാൻ വേണ്ടി കേസ് കൊടുക്കണം. അല്ലാതെ ഇപ്പൊ ഈ പറയുന്നത് കൊണ്ട് സമൂഹത്തിൽ ആർക്ക് എന്ത് കിട്ടിയെന്നാ പറയുന്നത്? ഐ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ്. ഞാൻ എൻ്റെ വ്യൂ പോയിന്റ് ആണ് പറയുന്നത്. എതിരഭിപ്രായമുള്ളവരുണ്ടാകാം, പക്ഷെ അവിടെയാണ് ഞാൻ പറയുന്നത്, വി ക്യാൻ അഗ്രി ടു ഡിസഗ്രി. ഈ പറയുന്നതുകൊണ്ട് ഞാൻ അംഗീകരിക്കുന്നില്ല. ഈ പറഞ്ഞ ഇന്റർവ്യൂ ചോദിച്ച ചോദ്യം, കുറേ പെൺകുട്ടികൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവട്ടെ എന്ന് വെച്ചിട്ടാണ് ഒരു പ്രയോജനം ഇതുകൊണ്ട് ഉണ്ടാകുന്നില്ല. This loop will continue. ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്.
So, keeping all those girls in mind who would have probably endured whatever you went through, let's get into the conversation. I would like to understand what is it that was happening in your life and എന്തിൽ നിന്ന് ഹീൽ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. I have gone through narcissistic abuse for 2 years. ഈ വാക്ക് ഞാൻ പറയുമ്പോൾ തന്നെ, ഇപ്പൊ ഞാനിപ്പോ നാർസിസിസ്റ്റിക് അബ്യൂസ് പറയുമ്പോൾ തന്നെ I can imagine like a few categories of people now. First category is the category of people like me. I think the last interview with Madonna, she mentioned about narcissistic abuse. ഞാൻ ഷൂട്ട് കഴിഞ്ഞ middle of the night ആണ് ഞാൻ റൂമിൽ വരുന്നത്. റൂമിൽ വന്നു കഴിഞ്ഞ് ഞാൻ ഇൻസ്റ്റഗ്രാം around 12:30 or something, ഞാൻ ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്ത് കണ്ട് ആദ്യത്തെ ഒരു റീലായിരുന്നു Madonna sitting and talking about narcissistic abuse. My reaction to that was so physical that I started shivering. So the first category of people are the people who has been through narcissistic abuse, who know what trauma bonding is and who has suffered. അതിൽ തന്നെ അവരുടെ ചുറ്റുമുള്ള family relatives who have seen this person suffer, who will resonate to what I say. The second category of people who have no idea about narcissistic abuse. 2 years മുന്നേ ഉള്ള എൻ്റെ പോലത്തെ ആൾക്കാർ, like they must have heard the term narcissism എന്നുള്ളൊരു വേർഡിനെ കുറിച്ച് അവർ കേട്ടിട്ടുണ്ടാവാം, പക്ഷേ they have no idea what it is. They didn't have to research about it. അങ്ങനത്തെ category of people. And the third category of people എന്ന് പറയുന്നത്, narcissism എന്ന് പറയുമ്പോൾ തന്നെ കുറച്ച് ആൾക്കാർ ഇത് ഇമ്മീഡിയറ്റ്ലി അതൊരു വുമൻ കാർഡാണ്, ഒരു ഫെമിനിസ്റ്റ് പദമാണ്, ഇത് ജെൻഡറിനെ നമ്മൾ എന്താ പറയുക ഒരു രീതിയിൽ നാർസിസിസം എന്ന് പറയുന്ന ഒരു കാര്യത്തിന് ജെൻഡർ ഇല്ല എന്നുള്ള കാര്യം അറിയാതെ ഓൾറെഡി ഇപ്പോൾ നെഗറ്റീവ് കോമന്റ്സ് ഒക്കെ ടൈപ്പ് ചെയ്ത് തുടങ്ങിയിട്ടുള്ള Hating എന്ന നിലയ്ക്ക്, men bashing എന്ന നിലയ്ക്ക്. എന്ന നിലയിൽ, പക്ഷെ അവർക്ക് അതിന്റെ റിയാലിറ്റി നാർസിസിസം ഡസന്റ് ഹാവ് എ ജെൻഡർ എന്നുള്ള റിയാലിറ്റി പോലും അറിയാതെ now I'm gonna sit and talk about something about feminism എന്ന് ഓൾറെഡി അസ്യൂം ചെയ്ത് കോമന്റ്സ് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും. The next category of people is basically the category of people that I really want to talk to. അതായത് ഒരു നാർസിസിസ്റ്റിക് റിലേഷൻഷിപ്പിലാണ്, പക്ഷെ they couldn't still identify it yet. That is the most dangerous category. They will end up breaking themselves completely, or they'll commit suicide. അന്ന് ഞാൻ ആ മഞ്ഞുൾപ്പെട്ടിട്ട് ഉള്ള ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോയ്ക്ക് പകരം ഇന്നൊരു ഫോട്ടോ എന്നെ റെസ്റ്റ് ഇൻ പീസ് അനുപമ ഷീ കമ്മിറ്റഡ് ആയിരുന്നെങ്കിൽ എനിക്കൊന്നും ഒരുപാട് സ്നേഹം കിട്ടിയില്ല, ഒരുപാട് ബോയ്കോട്ട് കൾച്ചർ നടന്നേനെ, പല ഡിസ്കഷൻസ് നടന്നേനെ. But that day I chose to heal and put up a post where I healed from it. Tell me about the beginnings of this relationship. മോളെ തെറ്റി ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യൂ, ഒന്ന് വെയിറ്റ് ആക്കി, We're not talking about who the person is. ഒന്ന് വെയിറ്റ് ആക്കി. പറഞ്ഞത് തെറ്റി, അതിന് കുട്ടിക്ക് തെറ്റി, നന്നായിട്ട് തെറ്റി. കാരണം നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ ആ മഞ്ഞ ഉടുപ്പുള്ള ഫോട്ടോ ഇടാതെ ഞാൻ സോ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ എല്ലാവരും എനിക്ക് മറ്റേ സാധാവ് തരംഗം അടിച്ച് പലരെയും ബോയ്ക്കോട്ട് ചെയ്ത് പലരെയും എന്തൊക്കെയോ ചെയ്ത് കളയുന്നൊക്കെ പറഞ്ഞല്ലോ. വളരെ റോങ് ആയിട്ടുള്ളൊരു അഭിപ്രായവും ചിന്താഗതിയുമാണത്. എന്താണെന്ന് വെച്ചാൽ ഇതിന് മുന്നേ എത്രയോ സിനിമാ നടികൾ അല്ലെങ്കിൽ എത്രയോ സിനിമാ നടന്മാർ പോയിട്ടുണ്ട്. സാധാപം, യെസ് ഓഫ് കോഴ്സ്, സാധാപം വിൽ ബി ദെയർ. ബിക്കോസ് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന, നിങ്ങളുടെ ഇപ്പോൾ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പറഞ്ഞ പോലെ 10 മില്യൺ ആളുണ്ടെങ്കിൽ ആ ഒരു 10 മില്യൺ ആൾക്കാർ അല്ലെങ്കിൽ നിങ്ങളോട് ഇഷ്ടമുള്ള ആൾക്കാർക്ക് സഹതാപവും സ്നേഹവും കലർന്ന ഒരു വിഷമം ഉണ്ടാകും. അല്ലാതെ അത് ജനങ്ങൾ പെട്ടെന്ന് മറക്കും. ഈ ഒരു സെലിബ്രിറ്റി പോസ്റ്റിന്റെ നെഗറ്റീവ് സൈഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പം തന്നെ ഒരു 5 സിനിമ അഭിനയിക്കാതിരുന്നാൽ, നിങ്ങളെ ഒരു വർഷത്തിൽ ഒരു 2-3 പടം ഇറങ്ങുന്നില്ലെങ്കിൽ 1-2 വർഷം ബ്രേക്ക് എടുത്താൽ നിങ്ങളെ നൈസായിട്ട് ആൾക്കാർ മറക്കും എന്ന് പറഞ്ഞ പോലെയാണ്. നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ പോലത്തെ എന്തെങ്കിലും ഫൂളിഷ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓൺലി അഫക്റ്റിംഗ് യു ആൻഡ് യുവർ ലൈഫ് ആൻഡ് യുവർ ഫാമിലി ആൻഡ് യുവർ പീപ്പിൾ ഹു ലവിങ് യു. അവർക്ക് മാത്രമേ ബാധിക്കൂ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ജനങ്ങൾ മൊത്തം ഇതിന് കാരണക്കാരായ നാർസിസ്റ്റിനെ ബോയ്ക്കോട്ട് ചെയ്ത് അങ്ങനെയൊരു കൾച്ചറോ അങ്ങനെയൊരു നിയമമോ ഫോർച്യുനേറ്റ് ഓർ അൺഫോർച്യുനേറ്റ് നമ്മുടെ സൊസൈറ്റിയിൽ ഇല്ല. ബ്ലെയിം ഉണ്ടാവും, അതായത് ബ്ലെയിം ചെയ്യും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ മലയാളത്തിലെ പ്രമുഖയായ ഒരു നടി കല്യാണം കഴിച്ചിട്ടില്ല, ഓക്കെ. അപ്പോൾ ആ നടി കല്യാണം കഴിക്കാത്തത് മലയാളത്തിലെ പ്രമുഖനായ ഒരു നടൻ പ്രേമിച്ചിട്ട് പറ്റിച്ചത് കൊണ്ടാണെന്നുള്ളൊരു ടോക്ക് ഇൻഡസ്ട്രിയിലുണ്ട്. എന്ന് കരുതിയിട്ടെന്താ
ആ നടൻ ഏതോ ടോപ്പ് ലെവലിൽ അന്നുള്ളതിനെക്കാട്ടിയും പറയാൻ നമുക്കൊരു 100 ഇരട്ടി ടോപ്പ് ലെവലിൽ ഇന്നുള്ളത്. ആ നടിയാണെങ്കിൽ സിനിമയിലെ ആ പേരിന് അഭിനയിക്കുന്നൊന്നുമില്ല. അവരെന്തോ അവരുടെ പരിപാടികളൊക്കെ അതിൻ്റെ ഒരു ഭാഗത്ത് പോവുകയാണ്. അവിടെ എന്താ നാർസിസ്റ്റ് ബിഹേവിയർ എന്ന് പറയും, അല്ലെങ്കിൽ അവൻ പറ്റിച്ച് വേറെ കല്യാണം കഴിച്ചു പറയും. ഇറ്റ് ഈസ് ഹാപ്പൻസ് ഇൻ ലൈഫ്. അനുവായാലും മറ്റേത് സെലിബ്രിറ്റി ആയാലും മനസ്സിലാക്കേണ്ടത് ലൈഫ് ഈസ് എ ഡ്രാമ. ഓക്കെ, അപ്പോൾ അവിടെ തിങ്സ് വിൽ ഹാപ്പൻ ഫോർ മെൻ ആൻഡ് വുമൻ. തിങ്സ് വിൽ ഹാപ്പൻ, പ്രോബ്ലംസ് വിൽ ഹാപ്പൻ. പീപ്പിൾ മേ ചേഞ്ച് ദെയർ ഫേസസ്, പീപ്പിൾ മേ ചേഞ്ച് ദെയർ ലൈഫ്. യു വിൽ ചേഞ്ച് യുവർ ലൈഫ്, യു മേ ചേഞ്ച് യുവർ മൂഡ്, എല്ലാം ഉണ്ടാകാം. അപ്പോൾ ദാറ്റ് ഈസ് എ കോമൺ തിങ്. ഇതൊരു അനുവിന് മാത്രം ഉണ്ടായ ഒരു പ്രോബ്ലമായിട്ടോ അല്ലെങ്കിൽ അനുവിന് മാത്രം ഉണ്ടാകാവുന്ന ഒരു പ്രോബ്ലമായിട്ടോ ഇതുകൊണ്ട് പിന്നെ സൊസൈറ്റിയിൽ ഭയങ്കരമായ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകാൻ പോകുകയാണെന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ മാത്രം തെറ്റാണ്. അല്ലെങ്കിൽ അതങ്ങനെ ഒരു വലിയൊരു കാര്യമൊന്നുമല്ല. ദിസ് ഹാപ്പനിങ് എവ്രിവെയർ ഇൻ ദ സൊസൈറ്റി. ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ പോലെ നാർസിസ്റ്റ് ഫാസിസ്റ്റ് ബിഹേവിയർ എന്നൊന്നും അങ്ങനെ സോ കോൾഡ് ക്ലീഷേ ഡ്രമാറ്റിക്സിറ്റി കൊടുത്തിട്ടൊന്നും ഇതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഈ പറഞ്ഞ പോലെ ഹി വാസ് എ റൂഡ് ഗായ് ഓർ ഹി വാസ് എ ഓർത്തഡോക്സ് പെട്രാട്രിക്കൽ ഗായ് എന്ന് പറയേണ്ടി വരും. അതായത് കൂടുതലായിട്ട് ആണുങ്ങളാണ് വലുത്, ആണുങ്ങൾ മാത്രമുള്ള മേൽക്കോയ്മയുള്ള ഒരു സൊസൈറ്റി സ്വപ്നം കാണുന്ന ഒരു വിഡ്ഢിയായ ആളെന്നും അവനെ പറയാം നമുക്ക്. അല്ലാതെ അവൻ നാർസിസ്റ്റ് ആണ്, അവൻ ഇഷ്ടമുള്ള ഡ്രസ്സ് നിന്നെ കൊണ്ട് ധരിപ്പിച്ചു, അവൻ ഇഷ്ടമുള്ള പാട്ട് നിന്നെ കൊണ്ട് പാടിച്ചു. ഇറ്റ് ഹാപ്പൻസ് ഇൻ ലൈഫ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഹാപ്പൻ ആകുന്ന കാര്യമാണ്. അല്ല, നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഐ യൂസ് ടു ക്രൈ എവറി നൈറ്റ്, ഐ യൂസ് ടു ലോസ് വെയിറ്റ് എവറി നൈറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് യുവർ സ്റ്റഫ്. നിങ്ങളൊരാളുടെ അടിമയായി പോയെങ്കിൽ അത് നിങ്ങളുടെ മാത്രം പ്രോബ്ലമാണ്. ഞാൻ നിങ്ങളുടെ ഇമോഷണൽ കണ്ടീഷൻ വീക്ക്നെസ്സിനെയോ അല്ലെങ്കിൽ ബ്ലെയിം ചെയ്യുന്നതല്ല. ബട്ട് നിങ്ങളിങ്ങനെ ബ്ലെയിം കാർഡ് ഇറക്കുന്നത് കൊണ്ട്, വിക്ടിം കാർഡ് ഇറക്കുന്നത് കൊണ്ട് ഐ ആം ജസ്റ്റ് ടെല്ലിങ് ദ ഫാക്ട് ഓർ ട്രൂത്ത് ദാറ്റ് ഈ ഇന്റർവ്യൂർ അടക്കം നിങ്ങളെ മോട്ടറാക്കാണ്. നല്ലൊരു നടി, ഇവള് പിന്നെ കുറച്ച് പേരുള്ള ഒരു നടിയാ, അപ്പോൾ ഇവിടെ ഭാഗത്തുനിന്ന് ഇവിടെ വായിന്ന് എന്തെങ്കിലും നോൺസെൻസ് വരട്ടെ, അതിനെ അങ്ങ് ആഘോഷമാക്കി കളയാമെന്ന് കരുതിയിട്ടുള്ള ഈ ഇന്റർവ്യൂർ അടക്കം നിങ്ങളെ മോട്ടറാക്കാണ്. പറഞ്ഞോ മാക്സിമം വായിന്ന് വീന്നല്ലെങ്കിൽ വീട്ടെ, ഇത് കണ്ടിട്ട് എൻ്റെ ആൾക്കാർ മൊത്തം ഇത് കണ്ടിച്ചിരിക്കട്ടെ എന്നുള്ള. സോ ഇതാണ് യാഥാർത്ഥ്യം. ദിസ് എ ഫാക്ട്. ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ്. അനുകുട്ടി മനസ്സിലാക്കാം. നിങ്ങൾക്ക് ഈ സംഭവിച്ച സംഭവം ലോകം തുടങ്ങിയ കാലം മുതൽക്കേ ഉള്ള സംഭവമാണ്. പ്രേമവും പ്രേമനൈരാശ്യവും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ എഗ്രി ടു ഡിസഗ്രി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റോ അല്ലെങ്കിൽ ഒരു എഗ്രിമെന്റിൽ നിങ്ങൾ ഒപ്പിടാത്തതുകൊണ്ട് പറ്റിയ മിസ്റ്റേക്കാണിത്. അപ്പോൾ ഈ ഒരു സാധനത്തിന് നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ നാർസിസ്റ്റ് ബിഹേവിയറിൽ കുടുങ്ങി നശിച്ചു പോയി. നിങ്ങളെ തന്നെ സങ്കല്പിക്കുന്നത് നിങ്ങൾ ഒരു വീക്കായിട്ടുള്ള പേഴ്സൺ ആണ്, നിങ്ങളെ അയാൾ യൂസ് ആൻഡ് ത്രോ പോളിസിയിൽ നിങ്ങൾ പെട്ടുപോയി എന്നുള്ളൊരു റോങ് ഇൻഫർമേഷൻ ആണ്, റോങ് അണ്ടർസ്റ്റാൻഡിങ് ആണ് നിങ്ങളെ ഈ ഒരു ഇന്റർവ്യൂയിലേക്ക് തന്നെ എത്തിച്ചത്. ഞാൻ പറയും ഇത് യു വിൽ റിഗ്രറ്റ് ഫോർ ദിസ് ഇന്റർവ്യൂ. ഞാനൊരു ആഫ്റ്റർ 5 years സംഭവിക്കാവുന്ന കാര്യമാണ് ഇപ്പം പറയുന്നത്. നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവില്ല ഞാൻ പറയുന്നതിൻ്റെ കൺസെപ്റ്റ്, ഞാൻ പറയുന്നതിൻ്റെ പോയിന്റ്. യു വിൽ അണ്ടർസ്റ്റാൻഡ് മേ ബി ആഫ്റ്റർ 5 years. ഒരു 5 കൊല്ലം കഴിഞ്ഞാലേ ഞാനീ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവും. അന്ന് നിങ്ങൾ റിഗ്രറ്റ് ചെയ്യുമ്പോൾ ഐ ഷുഡിൻറ്റ് ഹാവ് ഡൺ ദാറ്റ് ഇൻ്റർവ്യൂ ദാറ്റ് ഡേ ബിക്കോസ് ദാറ്റ് വാസ് സോ. നിങ്ങളുടെ തന്നെ പേഴ്സണാലിറ്റിയെ ഒന്നും കൂടിയും എന്താ പറയുന്നത് ആൾക്കാർക്ക് റിവീൽ ആയി കൊടുക്കുന്ന രീതിയിലാണ് നിങ്ങൾ ഇവിടെ ഈ വിക്ടിം കാർഡ് ഇറക്കിയിരിക്കുന്നത്. ബിക്കോസ് പിന്നെ നിങ്ങൾ യു ഷുഡ് ഹാവ് ലൈക്ക് അയാളെ അങ്ങ് ടാർണിഷ് ചെയ്യണമായിരുന്നു. ദെൻ ഓക്കെ യു ആർ ലൈക്ക് അവൻ എന്നെ ചതിച്ചു, അതൊക്കെ അവൻ ശരിയല്ല ആളെന്ന് പറഞ്ഞിട്ട് യു ആർ ലൈക്ക് ട്രൈങ് ടു ക്രിയേറ്റ് സം കൈൻഡ് ഓഫ് ഡ്രാമ എന്നുള്ള രീതിയിലാണ് ഈ ഒരു ഇന്റർവ്യൂവിന്റെ പോക്കെങ്കിൽ പറയണം. വരൂ ഇന്റർവ്യൂ തുടങ്ങിക്കോളൂ. പക്ഷെ തുടക്കത്തിൽ when you started off on this relationship, അവിടെയാണല്ലോ ഒരു പക്ഷെ പല പെൺകുട്ടികളും അത് ഒരു അതിലൊരു ഡേഞ്ചർ ഉണ്ട് എന്ന് തിരിച്ചറിയാത്തത്. What was it about the relationship that was very unusual in the beginning? കാരണം ലോകം കാണാത്തൊരു കുട്ടിയല്ലല്ലോ ഞാനും 18 വയസ്സ് തൊട്ട് ജോലി ചെയ്യുന്നു, എത്രയോ ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്തു. പക്ഷെ എന്നാലും അവിടെ ഒരു എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്ന് തിരിച്ചറിയുന്നില്ല. അത് തന്നെയാണ് ആ ഇന്റർവ്യൂ ഡബിൾ ഗെയിമാണ് കളിക്കുന്നത്. ഇന്റർവ്യൂയുടെ ഒരു ഭാഗത്ത് പറയുന്നു യു ആർ ഹീലിംഗ്,
യു ആർ ഹീലിംഗ് ഫ്രം വാട്ട്, ഹൂ ഡിഡ് ദിസ് ടു യു എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്റർവ്യൂ നൈസായിട്ട് ഇപ്പോൾ ചോദിച്ചു. ആ ചോദ്യം തന്നെയാണ് ഈ ചേട്ടൻ ഇപ്പോൾ ചോദിക്കുന്നത്. ഞാൻ ചോദിച്ച സംഭവം തന്നെയാണ് ഇന്റർവ്യൂ ചോദിച്ചത്. അനു ലോകം കാണാത്ത കുട്ടിയല്ലല്ലോ. ഒരുപാട് ആൾക്കാരെയും ഒരുപാട് കാര്യങ്ങളും കണ്ടും കേട്ടും കൊടുത്തും എല്ലാവർക്കും മറുപടി കൊടുത്തുമാണ് അനു വളർന്ന് ഇവിടെ നടിയായി വന്നത്. ഒരു നടിയായി വരുമ്പോൾ പ്രൊഡ്യൂസറെ കാണേണ്ടി വരും, ഡയറക്ടറെ കാണേണ്ടി വരും, ആർട്ടിസ്റ്റുകളെ കാണേണ്ടി വരും, വില്ലനെ കാണേണ്ടി വരും, എല്ലാ തരത്തിലുള്ള ആൾക്കാരെയും. ഷീ ഈസ് ലിവിങ് ഇൻ എ സൊസൈറ്റി ഓഫ് ഓൾ കൈൻഡ് ഓഫ് പീപ്പിൾ. അങ്ങനെയുള്ള ഒരു കുട്ടിയെ നാർസിസ്റ്റ് അടിമയാക്കി വെച്ചു എന്ന് പറയുന്നതിൽ എന്ത് വിരോധാഭാസമാണ്. ലെറ്റ്സ് ഗോ. അതിന്റെ പ്രശ്നം വെച്ചാൽ ബേസിക്കലി അവയർനെസ് ഇല്ല. ഞാൻ മലയാളത്തിലാണ് പഠിച്ചത്, മലയാളം മീഡിയം പഠിച്ചത്. ഇപ്പൊ ഞാൻ അന്ന് പോസ്റ്റ് ഇട്ടതിന് ശേഷമുള്ള പോസ്റ്റ് അല്ലല്ലോ ചോദിച്ചത്. സോഷ്യൽ മീഡിയയിലുള്ള ആ ട്രിഗർ കണ്ടപ്പോഴാണെങ്കിലും ആ ഇന്റർവ്യൂവിലുള്ള ചോദ്യം കണ്ടപ്പോഴാണെങ്കിലും പല തരത്തിലുള്ള റിയാക്ഷൻസ് കണ്ടപ്പോ ലൈക്ക് ഇൻ ബിറ്റ്വീൻ ദാറ്റ് ഇതിപ്പോ എന്റെ റിലേഷൻഷിപ്പിന്റെ ഒരു മോർ ദാൻ 1 month ആയി ആ ഒരു ഐഡന്റിഫൈ ചെയ്ത ആ ഒരു ബ്രേക്കപ്പ് വാട്ട് എവർ ഹാസ് ഹാപ്പൻഡ്. പക്ഷേ ആ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരുടെ റിയാക്ഷൻ ടു ദാറ്റ് പോസ്റ്റ് ഇസ് ആക്ച്വലി വാട്ട് എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കണോ വേണ്ടയോ, ബിക്കോസ് ദിസ് ഇസ് നോട്ട് ആൻ ഈസി തിങ് ടു സിറ്റ് ഡൗൺ ആൻഡ് ടോക്ക്. ആൻഡ് ദെൻ with the reaction of the audience as why and how I understood the importance of it. First of all, ആൾക്കാർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് this is seeking attention. That made me think a lot. അപ്പൊ ഞാൻ ഈ ഹീലിംഗ് ടൈമിൽ നമ്മള് ഹീൽ ചെയ്യുന്ന സമയത്ത് മോളെ കുട്ടി അതായത് ചേച്ചി ചോദിച്ചത് ഈ ആക്ട്രസ് എന്ന് പറയുന്ന അനുപമ ഇവിടെ എത്തിയത് 10ാം ക്ലാസ് പരീക്ഷ എഴുതിട്ട് ഡയറക്റ്റ് വന്നിട്ട് ഈ നാർസിസിന്റെ അടിമയായിട്ട് അപേക്ഷ കൊടുത്ത് ജോയിൻ ചെയ്തതല്ലല്ലോ. നിങ്ങൾ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചും ഒരുപാട് നായകന്മാരെ കണ്ടും ഒരുപാട് നായികമാരെ കണ്ടും ഒരുപാട് ഡയറക്ടർമാരെ കണ്ടും ഒരുപാട് പ്രൊഡ്യൂസറെ കണ്ടും ഒരുപാട് വഷളന്മാരെ കണ്ടിട്ടുമാണ് കുട്ടി ഇവിടെ എത്തിയത്. ഈ കുട്ടി എങ്ങനെ ഇവന്റെ അടിമയായി എന്നാണ് ചേച്ചി ചോദിച്ചത്. അതിന് നിങ്ങൾ മറുപടി പറയുന്നത് മാങ്ങ ചക്ക തേടി പിന്നെ താനൂർക്ക് പോയപ്പോൾ ചക്കയെല്ലാം മാവൂർക്ക് പോയിട്ട് മാമ്പഴത്തിന് കിലോന് എത്രയാ വില എന്ന് ചോദിച്ചപ്പോൾ കിലോയ്ക്ക് 10 രൂപ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ 5 രൂപയേ ഉള്ളൂ എന്നുള്ളതാണ് മറുപടിയാണ് കുട്ടി പറയുന്നത്. കുട്ടിയോട് വളരെ പച്ച മലയാളത്തിൽ മലയാളിയായ കുട്ടിയോട് മലയാളിയായ ഇന്റർവ്യൂവർ ചോദിച്ചത്, കുട്ടി ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച് ഒരുപാട് ആൾക്കാരെ കണ്ടിച്ചുമല്ലേ ഇവിടെ എത്തിയത്, പിന്നെ എങ്ങനെ ഇവന്റെ അടിമയായെന്ന്. അതിന്റെ മറുപടി പറ. കണാകുണം അടിക്കല്ല. It was just, I'm really glad. നമുക്ക് യൂണിവേഴ്സ് പലതരത്തിലുള്ള റെഡ് ഫ്ലാഗ് കൊണ്ട് കാണിക്കും. അതായത് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ട് നടക്കുമ്പോൾ നമ്മളത് കാണില്ല. ചുറ്റുമുള്ള ആൾക്കാരെ കൊണ്ട് മൊത്തം പറയിപ്പിക്കും there is something wrong happening to you but you don't understand it. Finally universe decide to create a very bizarre ugly situation in your life where you definitely have to see it right now. And that is the point where you flip. The moment you flip, you wanted to know what happened to you. I'm really glad that moment happened to me so fast. അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ടാണ് ആ ഫോട്ടോ ഞാൻ പോസ്റ്റ് ചെയ്തത്. അതിന്റെ ഇടയിലാണ് ഈ പറഞ്ഞ വാലിഡേഷൻ സീക്കിംഗ് എന്ന് പറഞ്ഞ ആൾക്കാർ കോമന്റ് ചെയ്തത്. കാരണം എന്താണെന്നറിയോ, ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് നാർസിസിസ്റ്റിക് അബ്യൂസ് എന്ന് വെച്ചാൽ വളരെ ലൈറ്റായിട്ട് യൂസ് ചെയ്യുന്ന ടേം കൂടിയാണ്. പക്ഷെ എനിക്കറിയാം എൻ്റെ സർക്കിൾസിൽ തന്നെ ഞാൻ പലവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഞാൻ ഈ വേർഡ്സിനേക്കാളും കൂടുതൽ അത് ചെയ്യുന്ന ഡാമേജ് എത്ര ഡീപ്പായിട്ടുള്ളൊരു ഡാമേജ് ആണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്ത് തന്നെയായാലും ഇതിന്റെ പാർട്ട് 2 എന്തായാലും വേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ ഇത് ഒന്നിൽ നിൽക്കുന്നതല്ല. അല്ലെങ്കിൽ 1 മണിക്കൂറിന്റെ വീഡിയോ ഒന്നും ചെയ്യാൻ നമ്മുടെ സമയം അനുവദിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അത്രയും വലിയ നോൺസെൻസുകളാണ് ഇവർ പറയുന്നത്. ഇവളോടിപ്പോ ഈ നടിയോട് ഞാൻ ഒരിക്കലും ഈ നടന്റെ ഭാഗത്തോ നമ്മളെ നാർസിസിസ്റ്റിക് ബിഹേവിയർ സപ്പോർട്ട് ചെയ്യുന്ന ആളോ ഒന്നുമല്ല. ബട്ട് ഈവൻ ദോ ഐ വുഡ് ലൈക്ക് ടു സേ ദാറ്റ് ഐ അഗ്രി ടു ഡിസഗ്രി വിത്ത് ഹെർ പോയിന്റ്സ്. ഈ പറഞ്ഞിരിക്കുന്ന പക്ക നോൺസെൻസിന് അവിടെയുള്ള ഇന്റർവ്യൂറും കുട്ടിക്ക് പറയാനുള്ള എല്ലാ അവകാശമുണ്ട്, ഇന്റർവ്യൂർക്ക് ഇന്റർവ്യൂ ചെയ്യാനുള്ള അവകാശമുണ്ട്. സോ ആസ് ഐ ഹാവ് ദ റൈറ്റ് ടു പോയിന്റ് ഔട്ട് ദ നോൺസെൻസ് ഇൻ ദെയർ കോൺവെർസേഷൻ. സെൻസിന് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമായിരിക്കണ്ടേ. ഇവളോട് ഈ നടിയോട് ചോദിച്ചിരിക്കുന്നത്, നിങ്ങള് പെട്ടെന്നൊരു ദിവസം നടിയായി വന്നതല്ലോ, നിങ്ങൾ എങ്ങനെ അവന്റെ അടിമയായെന്ന് ചോദിക്കുമ്പോൾ ഷീ ഈസ് നോട്ട് ആൻസറിങ് ഡയറക്ട്ലി. അവർ പറഞ്ഞു ദേ യൂസ് ടു സേ ലൈക്ക് ദാറ്റ്, നാട്ടുകാർ അങ്ങനെ പറഞ്ഞു, വീട്ടുകാർ ഇങ്ങനെ പറഞ്ഞു. നോ, ഷീ ഈസ് നോട്ട് ആസ്കിങ് അബൌട്ട് നാട്ടുകാർ ഓർ വീട്ടുകാർ.
ഷീസ് ആസ്കിങ് അബൌട്ട് അനുപമ എന്ന് പറയുന്ന ഈ നടി ഒരുപാട് സിനിമകളിലും ഒരുപാട് ഇതിലൊക്കെ അഭിനയിച്ചു വന്ന നിങ്ങൾ എങ്ങനെ അവന്റെ അടിമയായി, എന്തിന് നാർസിസിസ്റ്റ് അടിമയായി? ഓർ യു ഹാവ് ടു അഡ്മിറ്റ് ദാറ്റ് യു ആർ ഇൻ ലവ്, ഓക്കെ, സംതിങ് ഹാപ്പൻഡ്, ഇപ്പം പറഞ്ഞ സംതിങ് ഹാപ്പൻഡ് ഇൻ ബിറ്റ്വീൻ, യു came to know that he was having another affair or something, then you flipped away, that's it, story ends, finish. ഇത്രയും ചെറിയൊരു സംഭവത്തെ നിങ്ങളിങ്ങനെ പർവ്വതീകരിച്ച് വിപുലീകരിച്ച് അന്യൻ, റെമോ, റാംബോ, കൂട്ടുകെട്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങ് ഒരുത്തനെ താറടിച്ച് കാണിക്കുന്നത് ഇറ്റ്സ് നോട്ട് ഫെയർ ഇനഫ്. അതാണ് ഇറ്റ്സ് നോട്ട് എ ഫെയർ ഗെയിം. ഞാൻ പറഞ്ഞൊരു സംഭവമാണ്, നിങ്ങൾ ഇനിയെങ്കിലും ഈ കുട്ടി ഏത് റിലേഷൻഷിപ്പിലേക്ക് കിടക്കുന്നതിന് മുമ്പും ഒരു അഗ്രിമെന്റ് ഒപ്പിടുക. ആ അഗ്രിമെന്റിന്റെ മെയിൻ ക്ലോസ് ആയിരിക്കണം ദിസ് എൻ അഗ്രിമെന്റ് ടു അഗ്രി ടു ഡിസഗ്രി. അയാളായിട്ട് പറയുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഒത്തുപോകാൻ പറ്റുന്നില്ലെങ്കിൽ ബോത്ത് ക്യാൻ അഗ്രി ടു ഡിസഗ്രി. നിങ്ങൾക്ക് ഡിസഗ്രി ചെയ്യാൻ വേണ്ടി അഗ്രി ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. അപ്പോൾ അവിടെ ഇഷ്ടവും നിലനിൽക്കും, നിങ്ങൾക്ക് പ്രേമവും നിലനിൽക്കും. അല്ലെങ്കിൽ നിങ്ങൾ വെറും ഡേറ്റ് ചെയ്തിട്ട് നിങ്ങൾ തമ്മിൽ എന്തോ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി, അല്ലെങ്കിൽ അവൻ വേറെ ആരെയും കൂടി ഡേറ്റ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കി, യു ജസ്റ്റ് ഹാഡ് എ ബ്രേക്കപ്പ്, അത്രേ ഉള്ളൂ. അതിനെ വെറുതെ ക്ലീശേ ഡ്രാമ ക്യൂൺ പരിപാടിയാക്കാതെ ഒഴിവാക്കുക. ബാക്കിയുള്ള നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. വലിയ ഇന്റർവ്യൂ അവരുടെ കയ്യിലുള്ളത്. ഓക്കെ ഗൈസ്, ബൈ.